പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസഭയുടെ 96ാമത് ജനറൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ഈ വേദിയിൽ യോഗം പ്രിസൈഡ് ചെയ്യുന്ന ബഹുമാന്യനായ എഡ്യൂക്കേഷൻ ഡയറക്ടർ റവറൻഡ് തോമസ് കുട്ടി അവർ, ഈ യോഗം സന്ദേശം നൽകി പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ്റെ സ്റ്റേറ്റ് ഓവർസിയർ ഡോക്ടർ കെ.സി. സണ്ണിക്കുട്ടി അവർ, വേദിയിലായിരിക്കുന്ന കർത്തദാസകന്മാർ, മുൻ ഓവർസിയർ പാസ്റ്റർ ജോസഫ് ടി സാം, കൗൺസിൽ അംഗങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർമാർ, ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, സീനിയർ പാസ്റ്റേഴ്സ്, വിവിധ സെൻറ്ററുകളിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ പാസ്റ്റർമാർ, സംഗീത ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തദാസന്മാർ, ഡോക്ടർ ബ്ലസൻ മേമന, വളരെ പ്രതീക്ഷയോടെ ഈ പ്രഥമ രാത്രിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അഭിമന്യരായ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ ഏറ്റവും ഊഷ്മളമായ വന്ദനമറിയുകയാണ്. ഈ പ്രഥമ രാത്രിയിൽ ദൈവം നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. 1923 ആറാട്ടുപുഴ മണലപ്പുറത്ത് നടത്തിയ ദൈവസഭയുടെ സ്ഥാപകൻ റോബർട്ട് ഫെലിക്സ് കുക്ക് ആരംഭിച്ച കൺവെൻഷൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുമ്മനാടും പത്തനാപുരത്തും അടൂരും റാന്നിയിലും കോട്ടയത്തും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി ഇങ്ങനെ സംഘടിപ്പിച്ച മഹായോഗം 95 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 95 വർഷങ്ങളിലും നമ്മുടെ പിതാക്കന്മാരെ വിവിധ ഇടങ്ങളിൽ ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച പിതാവിൻ്റെ പ്രവൃത്തിയെ ഓർത്ത് കരപത്തിന് സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു ശേഷിപ്പിനെ പിന്നെയും ഈ ദേശത്ത് കർത്താവിൻ്റെ നാമം മഹത്വത്തിന് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സമയമേറെ കടന്നുപോയതുകൊണ്ട് സുദീർഘമായ ആമുഖഭാഷ്യം കൂടാതെ ഇന്ന് രാത്രി ഈ തീമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ വിശുദ്ധ ബൈബിളിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനാധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ മൈക്രോഫോണിലൂടെ വായിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ഒരിക്കലും സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട അധ്യക്ഷനും ഓവർസിയറും ഈ തീമിനെ അധികരിച്ചുകൊണ്ട് ചുരുക്കമായി ചില വാക്കുകൾ സന്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിരിക്കുകയാണ്. വളരെ വിലപ്പെട്ട ഒരു തീമാണ് ഈ വർഷത്തെ കൺവെൻഷന് പരിശുദ്ധാത്മാവ് നൽകിയത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തെ അധികരിച്ചുകൊണ്ട് എൻ്റെ പിതാവ് ഇതുവരെയും പ്രവർത്തിക്കുന്നു. സ്തോത്രം. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. നമുക്കറിയാം 4 സുവിശേഷങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ 4 സുവിശേഷങ്ങളിൽ 4 സുവിശേഷകരുടെയും വീക്ഷണം യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മത്തായി യഹൂദന്മാർക്ക് വേണ്ടി യഹൂദനായ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രാജത്വമാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ മർക്കോസ് അവതരിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അനധിസാധാരണമായ വ്യക്തിപ്രഭാവം, തൻ്റെ ദാസത്വത്തെയാണ്. ലൂക്കോസ് അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ മനുഷ്യനായ ക്രിസ്തുവിനെയാണ്. എന്നാൽ ഇതൊന്നും വ്യത്യസ്തമായി യേശു ക്രിസ്തുവിൻ്റെ മശികയത്വവും ദൈവത്വവും
തെളിയിക്കുകയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ. 3 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതുകൊണ്ടാണ് 3 സുവിശേഷങ്ങളെ നമ്മൾ സിനോപ്റ്റിക് ഗോസ്പെൽസ്, സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് വിളിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം ദൈവശാസ്ത്രം കൊണ്ട്, പ്രതിപാദന ശൈലി കൊണ്ട്, അതിൻ്റെ രചനാതന്ത്രം കൊണ്ട്, അതിലുന്നയിക്കുന്ന പ്രമേയ അവതരണം കൊണ്ട് വേറിട്ട ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. നിങ്ങൾ നോക്കൂ, മത്തായി ആരംഭിക്കുന്നത് വംശാവലി അബ്രഹാമിലാണ്, ലൂക്കോസ് ആരംഭിക്കുന്നത് ആദമിലാണ്. എന്നാൽ യോഹന്നാൻ ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെ പ്രചണ്ഡമായ പ്രചാരവേല അഴിച്ചുവിട്ട കാലഘട്ടം, യേശുക്രിസ്തു ദൈവമല്ല എന്ന് വലിയ തരത്തിലുള്ള വെല്ലുവിളി ക്രൈസ്തവ സഭയ്ക്കെതിരെ അഴിച്ചുവിട്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്നതിന് വേണ്ടി യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. തൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭം തന്നെ അങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ആദിക്ക് മുമ്പുള്ള അനാദിയിൽ വചനമുണ്ടായിരുന്നു. വചനത്തിൻ്റെ നിത്യത്വം, വചനത്തിൻ്റെ ആളത്വം, ആ വചനത്തിനൊരു വ്യക്തിത്വമുണ്ട്, ആ വചനത്തിനൊരു ദൈവത്വമുണ്ട്. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന വചനത്തിൻ്റെ ശരീരധാരണമാണ് യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നന്നായിട്ടാണ് യോഹന്നാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, സുവിശേഷം, ലേഖനം, വെളിപ്പാട് പുസ്തകം, ഈ 3 വിഷയങ്ങളിലേക്ക് ഒരുപോലെ തൂലിക വിന്യാസം നടത്തിയിരിക്കുന്ന അനുഗ്രഹീതനായ എഴുത്തുകാരനാണ്. എല്ലാവരും സുവിശേഷം എഴുതിയിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടില്ല. ലേഖനം എഴുതിയിട്ടുള്ളവർ പ്രവചനം കൈകാര്യം ചെയ്തിട്ടില്ല. എന്നാൽ സുവിശേഷവും ലേഖനവും പ്രവചനവും ഒരുപോലെ കൈകാര്യം ചെയ്തിരിക്കുന്ന തൂലികാകാരനാണ് വിശുദ്ധ യോഹന്നാൻ. അതുകൊണ്ട് യോഹന്നാൻ്റെ ഈ 3 പുസ്തകങ്ങളെയും ജൊനൈൻ ലിറ്ററേച്ചർ, യോഹന്നാൻ്റെ സാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത്. ജൊനൈൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പഠനശാഖ തന്നെയുണ്ട്. അത് സുവിശേഷവും 3 ലേഖനവും വെളിപ്പാട് പുസ്തകവും ചേർത്ത് വെച്ചുകൊണ്ടാണ്. അതിൽ തന്നെ യോഹന്നാൻ ജൊനൈൻ ക്രിസ്റ്റോളജി, യേശുക്രിസ്തുവിനെയാണ് 3 പുസ്തകങ്ങളിൽ നിന്നാണ് അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ കേന്ദ്രീകൃത പ്രമേയം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെയും പ്രമേയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളുടെ അതിര് വിട്ടു പോകുന്ന ആർക്കും പിതാവുമില്ല, പുത്രനുമില്ല, പരിശുദ്ധാത്മാവുമില്ല. ഒരുവന് പരിശുദ്ധാത്മാവുണ്ടോ എന്ന് എങ്ങനെ അറിയാം? യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ അംഗീകരിക്കണം എന്ന് യോഹന്നാൻ പറയുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ പ്രമേയവും യേശുക്രിസ്തുവാണ്. വെളിപ്പാട് പുസ്തകത്തിലും നിറഞ്ഞു നിൽക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവാണ്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ ലേഖനം, വെളിപ്പാട് പുസ്തകം, ഈ 3 പുസ്തകങ്ങളിൽ ക്രിസ്തുശാസ്ത്രപരമായ വിഷയങ്ങളാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റാരും അവതരിപ്പിക്കാത്ത, പൗലോസ് പോലും അവതരിപ്പിക്കാത്ത തലത്തിലുള്ള ക്രിസ്റ്റോളജിക്കൽ ടൈറ്റിൽസ് ആണ് യോഹന്നാൻ നൽകുന്നത്. അത് വചനമായ ക്രിസ്തു, ലോഗോസായ ക്രിസ്തു, വെളിച്ചമായ ക്രിസ്തു, സത്യമായ ക്രിസ്തു, ജീവനായ ക്രിസ്തു, മശികയായ ക്രിസ്തു, ദൈവപുത്രനായ ക്രിസ്തു, മനുഷ്യപുത്രനായ ക്രിസ്തു, സാക്ഷാൽ ദൈവം തന്നെയായ ക്രിസ്തു. ഇങ്ങനെ യേശുക്രിസ്തുവിനെ നന്നായി ദൈവശാസ്ത്രപരമായ ഊന്നലുകൾ നൽകി ക്രിസ്തുവിനെ ഉയർത്തുകയാണ് യോഹന്നാൻ. ഇന്ന് രാത്രിയിലും ഈ പന്തലിലും നമുക്ക് ഉയർത്താനുള്ളത് യേശുക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ, വീണ്ടെടുപ്പുകാരനായ, നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിന് ഇന്ന് രാത്രി കരപറ്റി സ്വതന്ത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ആദിമസഭയിലെ ആധികാരികമായ ശബ്ദമായിരുന്നു. ആ യോഹന്നാൻ നന്നായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, വചനം സൃഷ്ടിയല്ല. നിങ്ങൾക്കറിയാമോ, എല്ലാ കാലത്തും ക്രൈസ്തവ സഭയ്ക്കെതിരെ വലിയ തരത്തിലുള്ള വെല്ലുവിളി കടന്നു നിന്നിട്ടുണ്ട്. യഹോവ സാക്ഷികളാകട്ടെ, ഏകത്വവാദികളാകട്ടെ, വണ്ണസ് പെന്തക്കോസ്റ്റൽസ് ആകട്ടെ, ക്രിസ്റ്റാഡൽവിസുകാരാകട്ടെ, തൃത്വം നിഷേധികളാകട്ടെ, ഇവർക്കെല്ലാമുള്ള ശക്തമായ മറുപടിയാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ പൊതുയോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ ഒരിക്കൽ കൂടി സഭയുടെ ഉപദേശം ഉയർത്തിപ്പിടിക്കുകയാണ്. പ്രൈസ്. നമ്മുടെ കർത്താവ് ദൈവമാണ്, നമ്മുടെ കർത്താവ് രക്ഷകനാണ്, നമ്മുടെ കർത്താവ് ഏക മധ്യസ്ഥനാണ്. ആ വചനമായ കർത്താവിനെ, ആ വെളിച്ചമായ കർത്താവിനെ,
ആ ജീവനായ കർത്താവിനെ, ആ കർത്താവിനെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കരമടിച്ച് സ്വതന്ത്രം ചെയ്താട്ടെ, ശക്തിയോടെ സ്വതന്ത്രം ചെയ്താട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനത്തിൻ്റെ നിത്യത്വം, ആ വചനത്തിൻ്റെ ആളപ്പം, ആ വചനത്തിൻ്റെ ദൈവത്വം. അതുകൊണ്ട് ഇൻ ദ ബിഗിനിങ്, ആദിക്ക് മുമ്പുള്ള അനാദിയിൽ ഉണ്ടായിരുന്ന വചനത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് വചനം സൃഷ്ടിയല്ല, വചനം സകലത്തെയും സൃഷ്ടിക്കുകയാണ്. യോഹന്നാൻ പറയുന്നു, സകലവും അവൻ മുഖാന്തരവും അവനാലും അവങ്കലേക്കുമാകുന്നു. അതുകൊണ്ട് വചനം സൃഷ്ടിയല്ല. ആരെങ്കിലും യഹോവ സാക്ഷിക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ, വചനം സൃഷ്ടിയല്ല, വചനം സകലത്തെയും സൃഷ്ടിക്കുകയാണ്. ഈ കാണുന്നതിന് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണപ്പാൽ വിളിച്ചു വരുത്തിയൊരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ നിത്യത്വം, ആ വചനത്തിൻ്റെ ആളപ്പം, ആ വചനത്തിൻ്റെ ദൈവത്വം, ആ വചനമാണ് ശരീരധാരണം എടുത്തുകൊണ്ട് കൃപയും സത്യം നിറഞ്ഞവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു. വചനം എന്ന് യേശുവിനെ വിളിച്ചിരിക്കുന്ന യോഹന്നാനാണ്. സുവിശേഷത്തിലും ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും വെളിപ്പാട് 19 പറയുന്നു, അവൻ്റെ വസ്ത്രം രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവന് വചനമെന്ന് പേർ. 1 യോഹന്നാൻ 1:1 പറയുന്നു, ആ വചനമാണ് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ക്രിസ്തു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, വചനമായ ക്രിസ്തുവിനെ നാം ഇവിടെ ഉയർത്തുകയാണ്. അതുകൊണ്ട് വചന സൃഷ്ടിയല്ല, വചനം സകലത്തെയും സൃഷ്ടിക്കുകയാണ്. ഗ്രീക്ക് ഫിലോസഫിയിലെ, യവനായ തത്വചിന്തയിലെ ലോഗോസ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ലോജിക്കുണ്ട്. ആ ചിന്ത ഉപയോഗിച്ചുകൊണ്ടാണ് ദൈക്ഷണിക ലോകത്തോട് യോഹന്നാൻ തർക്കത്തിലേർപ്പെടുന്നത്, ദൈക്ഷണിക ലോകത്തോട് യോഹന്നാൻ സംവാദത്തിലേർപ്പെടുന്നത്. അതുകൊണ്ട് വചനം സകലത്തെയും സൃഷ്ടിക്കുന്നു. വചനമായ ക്രിസ്തു തീർന്നില്ല, ലോഗോസായ ക്രിസ്തു, ആ വചനമാണ് നമ്മെ രക്ഷിച്ചത്. ആ വചനത്തിൻ്റെ ശരീരധാരണമാണ് നമ്മെ രക്ഷിച്ചത്. തീർന്നില്ല, വെളിച്ചമായ ക്രിസ്തു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, നമ്മുടെ ഇരുട്ട് മാറിയത് യേശു നമ്മളിൽ വന്നതുകൊണ്ടാണ്. നമ്മുടെ ഇരുട്ട് മാറിയത് യേശു നമ്മുടെ വീടുകളിൽ വന്നതുകൊണ്ടാണ്, നമ്മുടെ രാജ്യത്ത് വന്നതുകൊണ്ടാണ്, നമ്മുടെ നാട്ടിൽ വന്നതുകൊണ്ടാണ്, നമ്മുടെ വീടുകളിലും നമ്മുടെ സംസ്ഥാനത്തും ഈ സുവിശേഷം എത്തിയത് കൊണ്ടാണ്, വെളിച്ചമായ ക്രിസ്തു എത്തിയത് കൊണ്ടാണ് നമ്മുടെ നാട് പ്രകാശമായി തീർന്നത്. കഴിഞ്ഞ 3-4 മാസങ്ങളായി നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയാണല്ലോ നവോത്ഥാനത്തെക്കുറിച്ച്. നവോത്ഥാനത്തെക്കുറിച്ച് ഇഷ്ടംപോലെ ചർച്ച ടെലിവിഷനിൽ നടക്കുന്നു, ഇഷ്ടംപോലെ ലേഖനങ്ങൾ വരുന്നു, പീരിയോഡിക്കൽസ് ഇഷ്ടംപോലെ ലേഖനങ്ങൾ വരുന്നു, നാട്ടിൽ വലിയ സെമിനാറുകൾ നടക്കുന്നു. ഈ പ്രഥമ രാത്രി പറയട്ടെ, നാടിൻ്റെ ഇരുട്ട് മാറ്റി നാടിനെ വെളിച്ചമാക്കിയ നവോത്ഥാനത്തിൻ്റെ ചരിത്രം ബൈബിളിൻ്റെ ചരിത്രമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വീടുകളിലെ ഇരുട്ട് മാറിയത്, കോളനികളിലെ ഇരുട്ട് മാറിയത്, ഈ നാടിന്റെ ഇരുട്ട് മാറിയത് സുവിശേഷം ഇവിടെ എത്തിയത് കൊണ്ടാണ്. ഇങ്ങനെയല്ലായിരുന്നു ഈ നാട്. പ്രിയമുള്ളവരെ, കാളയ്ക്കും കഴുതയ്ക്കും റോഡിലൂടെ പോകാം മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. നായ്ക്കും നരിക്കും പൊതിക്കണറ്റിലെ വെള്ളം കുടിക്കാൻ മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. ആരാധനയും അക്ഷരം അന്തസ്സും അഭിമാനമെല്ലാം നിഷേധിക്കപ്പെട്ട മനുഷ്യന് അന്തസ്സായി ഈ പന്തനകത്തിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞത് വെളിച്ചമായ ക്രിസ്തു, വചനമായ ക്രിസ്തു ഈ നാട്ടിൽ വന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബഹുമാന്യനായ സ്തോത്രം മുൻ കേന്ദ്രമന്ത്രി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഈ നാട്ടിൽ നിഘണ്ടുണ്ടായത്, ഈ നാട്ടിൽ ലിപികളുടെ ആധുനികവൽക്കരണം ഉണ്ടായത്, ഈ നാട്ടിൽ ഗ്രാമർ ഉണ്ടായത്, ഇവിടെ ഭാഷയുണ്ടായത്, ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായത്, ഇവിടെ സ്കൂളുകൾ ഉണ്ടായത്, ഇവിടെ പള്ളിക്കുളം ഉണ്ടായത് ഈ വെളിച്ചം ഈ നാട്ടിൽ വന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആ സുവിശേഷം ലോകത്തിലെ 5 വൻകരകളും കേട്ടഴിച്ചു വിട്ട കൊടുങ്കാറ്റ് പോലെ ഈ സുവിശേഷം അതിന്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരാമുദ്ര സ്വതന്ത്രം ചെയ്തോട്ട്. അല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് വഴി ഉറിഞ്ഞു വന്നതല്ലേ കേരളം, ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ലേ കേരളം. ഈ കേരളം മീശ വയ്ക്കാൻ കരം കൊടുക്കേണ്ടവരെ നാടായിരുന്നു. ഈ കേരളം കണ്ണൻ ചിരട്ടെ കഞ്ഞു കുടിച്ച അടിത്തട്ടുകാരുടെ നാടായിരുന്നു. എന്നാൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, സാരി ധരിച്ചുകൊണ്ട് മാന്യമായി ഈ പന്തനകത്തിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ നാടിന്റെ പ്രതിബദ്ധത ബൈബിളിനോടാകണം, ഈ രാജ്യത്തിന്റെ പ്രതിബദ്ധത ബൈബിളിനോടാകണം. വില്യം കേറി 41 ഭാഷയ്ക്കാണ് ലിപി ഉണ്ടാക്കിയത്. പ്രധാനമന്ത്രിയുടെ ഭാഷയായ ഗുജറാത്തിക്ക് ഗ്രാമർ ഉണ്ടാക്കിയത്
മിഷണറിമാരാണ്. ഹിന്ദുസ്ഥാനിക്ക്, ഹിന്ദിക്ക്, കന്നഡയ്ക്ക്, തെലുങ്കിന്, പഞ്ചാബിക്ക്, അങ്ങനെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടായത്, ലിപി ഉണ്ടാക്കിയത് മിഷണറിമാരാണ്. 1556 ഗോവയിൽ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നു. ഗോവയിൽ പ്രിന്റിംഗ് പ്രസ് വരുമ്പോൾ നവോത്ഥാന നായകന്മാർ ജയിച്ചിട്ടില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. 1563 അമ്പലക്കാട്ട് സെമിനാരിയിൽ മിഷണറിമാർ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു എന്ന് രാത്രി തിരിച്ചറിയണം. സംസ്കൃതം പോലെ ലോകത്തെ പരിചയപ്പെടുത്തിയത് ബൈബിളാണ്. അതുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറയുന്നു, സത്യ വെളിച്ചം ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഞാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നു. എന്നാൽ ജാതികളുടെ പ്രകാശം ഈ നാടിനെ പ്രകാശിപ്പിച്ചത് ബൈബിളാണ്. അതുകൊണ്ട് അരുൺ ഷൂറി കോട്ടിടുന്നത്, അതുകൊണ്ട് അരുൺ ജയിൽ ഇംഗ്ലീഷ് പറയുന്നത്. എങ്ങനെയാ റെയിൽവേ വന്നത്? എങ്ങനെയാ ടെലിഗ്രാഫ് ഉണ്ടായത്? എങ്ങനെയാ ഡിക്ഷണറികൾ ഉണ്ടായത്? ആരാണ് കോട്ടയം CMS കോളേജ് ഉണ്ടാക്കിയത്? ആരാണ് കൽക്കട്ട ക്രിസ്ത്യൻ കോളേജ് ഉണ്ടാക്കിയത്? അലഹബാദിലെ സേവിയസ് കോളേജ് ഉണ്ടാക്കിയത്? ആഗ്രയിലെ സെന്റ് ജോൺസ് കോളേജ് ഉണ്ടാക്കിയത്? ആരാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്? ആരാണ് ബോംബെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്? ഇന്ന് രാത്രി പറയട്ടെ, ബൈബിളിനെ മാറ്റി നിർത്തി, മിഷണറിമാരെ മാറ്റി നിർത്തി ഈ നാട്ടിലൊരു നവോത്ഥാനമില്ല. നവോത്ഥാനമില്ല. ഞങ്ങളതിന് ഡിബേറ്റ് തയ്യാറാണ്. നിങ്ങൾക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ ഈ അക്ഷരം ഒട്ടെഴുത്താക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. നിങ്ങൾ രാവിലെ കഴിച്ച പുട്ട് പോർട്ടുഗീസുകാരുടെയാണ്, അറിയാമോ? നിങ്ങൾ രാവിലെ കുടിച്ച കാപ്പി പുറത്തുനിന്ന് വന്നതാണ്. ചായ എന്നുള്ള വാക്ക് തന്നെ ചൈനീസാണ്. ചായ നമ്മുടേതല്ല, കാപ്പി നമ്മുടേതല്ല. രാവിലെ കഴിച്ച പുട്ട് പോർട്ടുഗീസുകാരുടെ. രാവിലെ കഴിച്ച അപ്പം മട്ടാഞ്ചേരിയിലും മാടയിലും കൊടുങ്ങല്ലൂരിലും യഹൂദന്മാർ കൊണ്ടുവന്നാണ് അപ്പം. സ്വന്തമായിട്ടൊന്നുമില്ലെന്ന് ഓർക്കണം. വസ്ത്രം നമ്മുടേതല്ല. അറബികളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. മെസപ്പൊത്തോമിലെ വസ്ത്രം ധരിച്ച ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഈജിപ്തിലെ വസ്ത്രം ധരിച്ച ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. വസ്ത്രം നമ്മുടേതല്ല, പുട്ട് നമ്മുടേതല്ല, ചുവന്ന മുളക് നമ്മുടേതല്ല, ഉരുളക്കിഴങ്ങ് നമ്മുടേതല്ല, പേരയ്ക്ക നമ്മുടേതല്ല, കശുവണ്ടി നമ്മുടേതല്ല, കപ്പ നമ്മുടേതല്ല, ഗോതമ്പ് നമ്മുടേതല്ല, ചോളം നമ്മുടേതല്ല, ഡിക്ഷണറി നമ്മുടേതല്ല, ഭാഷ നമ്മുടേതല്ല. ഒന്നും സ്വന്തമില്ലാതിരുന്ന നാടിനെ പാള കൊണ്ട് കൗവീനം ഉണ്ടാക്കി ജീവിച്ച ഈ നാടിനെ ഈ പരുവത്തിലാക്കിയത് സത്യം പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, ജാതികളുടെ പ്രകാശം. മിഷണറിമാരെന്ന് കേൾക്കുമ്പോൾ കാലളകുന്നവരുണ്ട്, മിഷണറിമാരുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, ഈ നാട് ഇങ്ങനായത് സുവിശേഷം എത്തിയത് കൊണ്ടാണ്. 110 കരമുണ്ടായിരുന്നു. തലയ്ക്ക് കരം, വലയ്ക്ക് കരം, ഏണിക്ക് കരം, തെങ്ങിന് കരം, അങ്ങനെ ആ പനയ്ക്ക് കരം. സ്ത്രീകളുടെ അവയവത്തിന് പോലും കരമുണ്ടായിരുന്ന നാടാണ്. അത് പറഞ്ഞാൽ പ്രഥമ രാത്രിയുടെ വിശുദ്ധി നഷ്ടപ്പെടും. ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, ആ നാട് ഇങ്ങനായി തീർന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല. ചാവറ കുര്യാക്കോസാണ് പള്ളിക്കുടങ്ങൾ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ആത്മകഥ കഴിഞ്ഞ നാളുകൾ ഞാൻ പഠിച്ചപ്പോൾ അമ്പരന്ന് പോയി. പള്ളിയോടുകൂടി പള്ളിക്കുടങ്ങൾ ഉണ്ടാക്കി, മാന്നാനത്ത് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നു, അദ്ദേഹം സംസ്കൃത വിദ്യാലയങ്ങൾ ഉണ്ടാക്കി. ഈ പള്ളിക്കുടത്തിൽ പോയി പഠിച്ചത് കൊണ്ട് പൽപ്പു ഡോക്ടർ പൽപ്പുവായത്. ഇന്ന് രാത്രി പറയട്ടെ, സത്യ വെളിച്ചം, ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, ആ വെളിച്ചമാണ് നമ്മളെയെല്ലാം ഈ പരുവത്തിലാക്കി മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ നടക്കുന്ന ഒരു ഡിബേറ്റിൽ മിഷണറിമാരുടെ പേരില്ല. ബെഞ്ചമിൻ ബെയ്ലിയെ മാറ്റി നിർത്തി, ഹെർമൻ ഗുണ്ടർട്ടിനെ മാറ്റി നിർത്തി, അർണോസ് പാതിരിയെ മാറ്റി നിർത്തി, ഫാദർ കൈറോണിയെ മാറ്റി നിർത്തി, ചാവറ കുര്യാക്കോസിനെ മാറ്റി നിർത്തി. എങ്ങനെയാണ് നവോത്ഥാനം പൂർണ്ണമാകുക? എങ്ങനെയാണ് നവോത്ഥാനം പൂർണ്ണമാകുക? ഒരിക്കലുമല്ല. ബൈബിളിൻ്റെ ചരിത്രം സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചരിത്രമാണ്. ബൈബിളിൻ്റെ ചരിത്രം നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണ്. വചനമായ ക്രിസ്തു, വെളിച്ചമായ ക്രിസ്തു, സത്യമായ ക്രിസ്തു, ജീവനായ ക്രിസ്തു. പിതാവിന് ജീവനുള്ളതുപോലെ പുത്രനും തന്നെ തന്നെ ജീവനുണ്ട്. പിതാവിന് ജീവനുള്ളതുപോലെ യേശു മാത്രം സത്യം, യേശു മാത്രം വഴി, യേശു മാത്രം വെളിച്ചം, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം ഏക മധ്യസ്ഥൻ, യേശു മാത്രം ദൈവം. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു. കാര്യങ്ങളെ കുറിച്ച് സ്വന്തം ചെയ്യാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞു വരവെയാണ് 5-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, എന്റെ പിതാവ് ഇതുവരെയും പ്രവർത്തിക്കുന്നു. യേശു ക്രിസ്തു ബെഥേസ്ദയിലെ കുളക്കരയിലെ രോഗിയെ സൗഖ്യമാക്കിയത് വലിയ പ്രശ്നമായി. യേശു ക്രിസ്തു ചെയ്ത 36 അത്ഭുതങ്ങളിൽ 7 ശബത്തിലാണ് ചെയ്തത്. ശബത്തിൽ അത്ഭുതം ചെയ്തത് വലിയ പ്രശ്നമുണ്ടായി.
ആ പ്രശ്നത്തോടുള്ള മറുപടിയാണ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവ് ഇതുവരെയും പ്രവർത്തിക്കുന്നു. ശബത്ത് നിയമിച്ച എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബത്ത് നിയമിച്ചത് എൻ്റെ പിതാവാണെങ്കിൽ ആ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്, കർമ്മനിരതനാണ്. ആ പിതാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശബത്ത് എന്തിനാണ്? ശബത്ത്? ശബത്ത് യേശു ലംഘിച്ചിട്ടില്ല. ശബത്തിന്റെ പേരുണ്ടാക്കിയ അനാചാരങ്ങളാണ് ലംഘിച്ചത്. 1500-ലധികം തൊഴിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കിടക്കിയെടുത്തത് ചുമട് ചുമന്നതിന് തുല്യമായി അവർ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ പറയട്ടെ, ശബത്ത് രക്ഷിക്കുന്നില്ലെങ്കിൽ, ശബത്ത് സൗഖ്യമാക്കുന്നില്ലെങ്കിൽ, ശബത്ത് വിടുവിക്കുന്നില്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഈ മതം? ആർക്കു വേണ്ടിയാണ് ഈ ആചാരങ്ങൾ? ആർക്കു വേണ്ടിയാണ് ഈ അനാചാരങ്ങൾ? എന്നാൽ ഞാൻ ശബത്തിലും കർത്താവാണ്. ശബത്ത് സ്ഥാപിച്ച ദൈവമാണെങ്കിൽ നന്മ ചെയ്യുന്നത് ലംഘനമല്ല, പാവപ്പെട്ടവനെ സൗഖ്യമാക്കുന്നത് ലംഘനമല്ല, രോഗികളെ സൗഖ്യമാക്കുന്നത് ലംഘനമല്ല, കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്നത് ശബത്തിന്റെ ലംഘനമല്ല, ആളുകളെ വിടുവിക്കുന്നത് ശബത്തിന്റെ ലംഘനമല്ല. ജനത്തിന് വിടുതലില്ലെങ്കിൽ, ജനത്തിന് വിമോചനമില്ലെങ്കിൽ, ജനത്തിന് സൗഖ്യമില്ലെങ്കിൽ ആർക്ക് വേണം ഈ ആചാരങ്ങൾ? ആർക്ക് വേണം ഈ ആചാരങ്ങൾ? എന്നാൽ ക്രിസ്ത്യാനിറ്റി ആചാരമല്ല, ക്രിസ്ത്യാനിറ്റി മൂല്യവ്യവസ്ഥയാണ്. ക്രിസ്ത്യാനിറ്റി മൂല്യവ്യവസ്ഥയാണ്. ആർക്കും ഈ ദൈവത്തിന് അടുക്കൽ വരാ, ആർക്കും യേശുവിൻ്റെ അടുക്കൽ വരാ. ഇന്ന് രാത്രി ജാതി മതം നോക്കാതെ, വർഗവർണ്ണം നോക്കാതെ അടുത്ത് വരാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. സാധാരണ സ്ത്രീക്കും പുരുഷനും വരാം. ഇവിടെ ആരും ഐഡന്റിറ്റി കാർഡ് ചോദിക്കത്തില്ല. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, 12 വർഷം ഹെവി ബ്ലീഡിംഗ് ഉള്ളൊരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവം പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന ദൈവം. ഇന്ന് രാത്രി നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവം. ഏത് വ്യക്തിക്കും യേശുവിൻ്റെ അടുക്കൽ വരാം, നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാനും പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ തിയോളജിക്കലായിട്ടുള്ള വലിയൊരു പ്രബന്ധമാണ്. ഞാനതിൻ്റെ ഡിബേറ്റിലേക്കൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ത്രിയേകത്വത്തിലെ മിനിസ്ട്രിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദ മിനിസ്ട്രി ഓഫ് ട്രയൂൺ ഗോഡ്. ട്രയൂൺ ഗോഡിൻ്റെ മിനിസ്ട്രിയാണ്. കാരണം പിതാവ് പ്രവർത്തിക്കുന്നു. പഴയ നിയമത്തിൽ പിതാവ്, പുതിയ നിയമത്തിൽ പുത്രൻ, ഇപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന മോഡലിസമല്ല, അത് മോഡലിസമാണ്. പിതാവ് എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നു, പുത്രനും എല്ലാ കാലം പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് എല്ലാ കാലം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ കൃപായുഗത്തിൽ മാത്രമല്ല, എല്ലാ കാലവും ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ, അതുകൊണ്ട് പിതാവ് ചെയ്യുന്നത് പുത്രൻ ചെയ്യുന്നുള്ളൂ, പുത്രൻ പറയുന്നത് പരിശുദ്ധാത്മാവ് പറയത്തുള്ളൂ. പിതാവ് പറയാത്ത പുത്രൻ പറയത്തില്ല, പുത്രൻ പറയാത്തത് പരിശുദ്ധാത്മാവ് പറയത്തില്ല. ഇന്ന് രാത്രി പറയട്ടെ, ത്രിയേകത്വ ദൈവത്തിന്റെ പ്രവർത്തനമാണ് സഭയിൽ നടക്കുന്നത്. സ്തോത്രം. ട്രയൂണിറ്റിയാണ് സഭയുടെ അടിസ്ഥാനപരമായ ഉപദേശത്തിന്റെ ദാർശനിക അടിത്തറ. തൃത്വമാണ്, ട്രയൂണിറ്റിയാണ്, തൃത്വദർശനമാണ്. അതുകൊണ്ട് പിതാവ് പ്രവർത്തിക്കുന്നു എന്നിൽ വസിച്ചുകൊണ്ട്, എനിക്ക് ആലോചന തരുന്നു. അതുകൊണ്ട് 5-ാം അധ്യായം 17-18 വാക്യം സാരാംശത്തിലെ ഐക്യം, അതിൻ്റെ 19-ാം വാക്യം പ്രവൃത്തിയിലെ ഐക്യം, 21-22 വാക്യം ബഹുമാനത്തിലെ ഐക്യം. അതുകൊണ്ട് കോ എറ്റേണൽ, കോ ഈക്വൽ ആൻഡ് കോ എസിസ്റ്റൻസ്, കഴിഞ്ഞ കാലം നിത്യതയിൽ തുല്യരായി നിൽക്കുന്ന, സമത്വമുള്ള നിലനിൽപ്പിൽ സമന്മാരും ശുശ്രൂഷയിൽ വ്യത്യസ്തരുമായ ത്രിയേകത്വത്തിൻ്റെ ദർശനമാണ് ബൈബിളിൻ്റെ ദർശനം. അത് സമ്പൂർണമാണ്. ദൈവസഭയ്ക്ക് ആവശ്യമുള്ള സകല ഉപദേശങ്ങളും സകല വെളിപ്പാടുകളും, പ്രിയമുള്ളവരെ പറയട്ടെ, യേശു ക്രിസ്തു തൻ്റെ ദർശനത്തിലൂടെ, തൻ്റെ പഠിപ്പിക്കലിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് 14-ാം അധ്യായത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും, നിങ്ങളെ റിമൈൻഡ് ചെയ്യൂ. പുതിയത് പഠിപ്പിക്കുമെന്നല്ല പറഞ്ഞത്, പുത്രൻ പറഞ്ഞത് റിമൈൻഡ് ചെയ്യുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ശക്തി ഏറ്റെടുത്തവരെ കുറിച്ച് 14 പറയുന്നു, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ അധികം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പ്രാപിച്ച സഭയുടെ കർമ്മശേഷി വർദ്ധിക്കുകയാണ്. അധികം ചെയ്യുമെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഗുണമല്ല, അളവാ കേട്ടോ.
ഗുണമല്ല, അളവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരാൾ പാലസ്തീൻ്റെ അതിരിനകത്ത് ചെയ്തതിനേക്കാൾ 10,000-കണക്കിന് ആളുകൾ ലോകമെമ്പാടും ചെയ്യുന്ന അതിൻ്റെ അളവിനെ കുറിച്ചാണ് പറഞ്ഞത്, ഗുണത്തെക്കുറിച്ചല്ല. ഞാൻ ചെയ്തതിനേക്കാൾ ഗുണമുള്ളത് ചെയ്യുമെന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ പറഞ്ഞാൽ ദൈവശാസ്ത്രപരമായ പിശകുണ്ട്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, കൃപ പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, അഭിഷേകം പ്രാപിച്ച് ദൈവസഭയുടെ കർമ്മശേഷിയെ ഇന്ന് രാത്രി ദൈവം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ആ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്നും ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക, ഇന്ന് രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുക, ഇന്നും വിടുതൽ നടന്നുകൊണ്ടിരിക്കുക, ഇന്നും ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് പിതാവിനോട് സമത്വമുള്ള 10:30, 10:33, 10:38 അവിടെ എല്ലാം പറയുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. മാത്രമല്ല, പിതാവെന്നുള്ള സംബോധന തന്നെ പുത്രൻ്റെ വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവിനെ, ദൈവത്തെ പിതാവെന്ന് വിളിച്ചതാണ് യഹൂദൻ്റെ പ്രശ്നം. കാരണം ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് യേശു ക്രിസ്തുവാണ്. മനസ്സിലായി സഹോദരൻ ചെയ്താട്ടെ. അത് 17 അവസാനം പറയുന്നുണ്ട്, ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും. ഏത് നാമമാണ്? യഹോവയല്ല, എലോഹിമല്ല, നിസിയല്ല, ജൈരയല്ല. ഏത് നാമമാണ്? 17:26 യേശു വെളിപ്പെടുത്തിയത്. യേശു വെളിപ്പെടുത്തിയ നാമം പിതാവെന്ന നാമം. അങ്ങനെയാണ് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവം നമുക്ക് നൽകിയ ആ പിതാവിന് ഓർത്ത് സ്തോത്രം ചെയ്താട്ട്. ക്രിസ്തുവിൻ്റെ പിതാവായതുകൊണ്ടാണ് നമ്മുടെ പിതാവായത്. അങ്ങനെയാണ് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയത്. ആ പിതാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ആ പുത്രൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മാത്രമല്ല, 14-ാം അധ്യായം 16-ാം വാക്യം, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്നേക്കും ഇരിക്കാണ്ട് നയിക്കും. തീർന്നില്ല. 14:23 എന്നിട്ട് ഞങ്ങൾ വന്ന് വാസം ചെയ്യും. ആദ്യം പരിശുദ്ധാത്മാവിനെ അയക്കും, പിന്നീട് ഞങ്ങൾ. ആരാ ഞങ്ങൾ? യേശുമക്കാർ പറ, ആരാ ഞങ്ങൾ? ആരാണ് ഈ ഞങ്ങൾ? പുത്രനും പിതാവിനെ കുറിച്ചാണ്. 16 പരിശുദ്ധാത്മാവിനെ അയക്കും. എന്നിട്ട് 26 പറയുന്നു ഞങ്ങൾ വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് മാത്രമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ നമ്മൾ ഇറങ്ങി വസിക്കുന്നു. മനസ്സിലായ ഒരു സ്വതന്ത്രം ചെയ്താട്ട്. ആ ട്രയൂൺ ഗോഡിൻ്റെ ഇൻഡലിംഗ് പ്രസൻസ് ആണ് സഭയിലുള്ളത്. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. വേറിട്ട് നിൽക്കാൻ സാധ്യമല്ല. ദൈവം എവിടൊക്കെ പ്രവർത്തിക്കുന്നു അവിടെ 3 പേരും ഉണ്ടാകും. സൃഷ്ടിപ്പിലാകട്ടെ, പരിപാലനത്തിലാകട്ടെ, വീണ്ടെടുപ്പിലാകട്ടെ, ആരാധനയിലാകട്ടെ, സ്നാനത്തിലാകട്ടെ, എവിടെയാകട്ടെ, ദൈവം ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും 3 പേരും ഉണ്ടാകും. ഇതാണ് സാരാംശ തത്വത്തിൻ്റെ മുദ്ര, സാരാംശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, പിതാവ് ഇതുവരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശബത്തിൽ സൗഖ്യമാക്കിയത് വലിയ പ്രശ്നമായി, നാട്ടിൽ വലിയ ക്രൈസിസ് ഉണ്ടാക്കി. എന്നാൽ ശബത്ത് സ്ഥാപിച്ച എൻ്റെ പിതാവിന് അറിയാം എന്തിനാണ് ശബത്ത് സ്ഥാപിച്ചത്. അതൊരു ജനതയുടെ വിടുതലാണ്, സൗഖ്യമാണ്, വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ആ പിതാവ് അന്നും ഇന്നും പ്രവർത്തി കർമ്മനിരതൻ. ദൈവം സ്വസ്ഥനായെന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുത്തതല്ല അതിനർത്ഥം. ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായെന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്നല്ല. ദൈവം തൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്, പ്രവൃത്തി തികച്ചതിനെ കുറിച്ച്. ദൈവത്തിന് റെസ്റ്റ് ഇല്ല. ദൈവം വിശ്രമമില്ലാതെ കർമ്മനിരതനാണ്. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹം നുരഞ്ഞു പൊങ്ങുന്നത് ത്രിയേകത്വ കുടുംബത്തിലാണ്. ആ സ്നേഹം ഏറ്റെടുത്തുകൊണ്ട് പ്രവൃത്തിയിൽ കർമ്മനിരതരാകാൻ ഈ മഹായോഗത്തിൻ്റെ പ്രഥമരാത്രിയിൽ മിഷൻ വീടുകളിൽ, ശുശ്രൂഷകളിൽ ശക്തരായി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ഇന്നും ദൈവം നേരെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കൻ നാടുകളിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്നും ദൈവം അത്ഭുതം ചെയ്യുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്നും നിങ്ങളുടെ മിനിസ്ട്രിയിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്നും കൃപാവരങ്ങളുണ്ട്, ഇന്നും അത്ഭുതങ്ങളുണ്ട്, ഇന്ന് അടയാളങ്ങളുണ്ട്, ഇന്ന് രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. അത് തങ്ങളുടെ ശുശ്രൂഷയിലൂടെ കർമ്മശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ് കാര്യസ്ഥനെ നൽകി പുത്രൻ സ്വർഗാരോഹണം ചെയ്തത്. ആ ശക്തി ഏറ്റെടുത്ത ജനമുണ്ടല്ലോ, ലോകത്തിന് 5 വൻകരകളിലും വലുതായി ഈ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ പോയതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും
പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. പ്രൈസലോ. ഇന്നും ദൈവം തൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നു. മഹായുഗത്തിൻ്റെ വരും സെക്ഷനുകളിൽ വലിയ ശക്തമായ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. വെളിച്ചമായ, വചനമായ, ജീവനായ, ലോഗോസായ, കുഞ്ഞാടായ, ആത്യന്തികമായി സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ദിനങ്ങളായി മാറുവാൻ, ഈ ഭാരതം യേശുവിനെ അറിയാൻ ഓരോ ദിവസവും വാട്സപ്പുകളിൽ കേന്ദ്രമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. NDA യോഗത്തിൽ അത് പറയണം. കുമ്മനാട് കൺവെൻഷന് വന്ന് പറഞ്ഞിട്ട് പോകും ആളുകൾ, പക്ഷേ നിങ്ങളുടെ അണികളോട് പറയണം ഞങ്ങളെ അടിക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് സംസ്ഥാന പ്രസിഡന്റ് വന്ന് പെന്തക്കോസ്തുകാർ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അണികളോട് പറയണം ഞങ്ങളെ അടിക്കരുത്. നിഘണ്ടു തന്ന, പുസ്തകം തന്ന, സ്കൂളുകൾ തന്ന, വായനശാലകൾ തന്ന, വസ്ത്രം പഠിപ്പിച്ച, ഇംഗ്ലീഷ് പഠിപ്പിച്ച ഈ ആളുകളെ ഉപദ്രവിക്കരുതെന്ന് അണികളോട് പറയണം. പ്രൈസ് ദി ലോർഡ്. അത് സർക്കുലർ അയക്കണം. അല്ലാതെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് ഞങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞന്ന് വൈകിട്ടും അടിയായിരുന്നു. നാഗർകോവിൽ ദൈവദാസന്മാരെ പിടിച്ചു നിർത്തി അവരുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തുകയായിരുന്നു. വടക്കേനിയിൽ ഇഷ്ടംപോലെ വാട്സപ്പുകളിൽ വരുന്ന വാർത്തകൾ അതാണ്. അതിനവസാനമുണ്ടായി. നാട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ, പാർക്കാൻ ഉള്ള അവസരമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. വാക്കാലൊരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരും പറയത്തില്ല, കുമ്മനാട്ടും പറയത്തില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയട്ടെ. അതുകൊണ്ട് അടി അവസാനിപ്പിച്ചിട്ട് ബാക്കി കാര്യം. സ്തോത്രം. ഞങ്ങളെ അടിക്കണ്ട. എന്തിന്? ഞങ്ങളുടെ ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല, മന്ത്രിയുടെ കാർ തടയത്തില്ല, ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയത്തില്ല, സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ എന്തിനടിക്കുന്നു? ഞങ്ങളെ എന്തിനടിക്കുന്നു? ഇന്ന് രാത്രി പാറശാല മുതൽ കാസർഗോഡ് വരെ ഞങ്ങളുടെ ഹോളുകൾ റെയ്ഡ് ചെയ്താൽ ഒരു കുറുവടി നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു കുറുവടി, ഒരു പേന കത്തി കിട്ടത്തില്ല. ആ സാത്വിക സമൂഹം കഴിഞ്ഞ 100 വർഷമായി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ലഹരിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു സാത്വിക സമൂഹം ഞങ്ങളെ എന്തിനടിക്കുന്നു? ഞങ്ങളെ എന്തിനാണ് അടിക്കുന്നത്? അതുകൊണ്ട് അടി നിർത്തിയിട്ട് ചർച്ചയാകാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് കുമ്മനാട് പറയേണ്ടതായിരുന്നു. ഒരവസരം കിട്ടി. NDA കൺവീനറാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? NDA സജീവമായ അംഗമാണ്. സഹോദരം. അതുകൊണ്ട് വളരെ ഗൗരവമായി ഒരു വാക്കാൽ പ്രമേയമായി ഞാനങ്ങ് അവതരിപ്പിക്കുകയാണ്. വളരെ ശാന്തമായി ഇവിടെ ശുശ്രൂഷകൾ, പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നമുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സമൂഹമാണ് ഈ സമൂഹം എന്ന് വ്യക്തമായി ഓർപ്പിക്കട്ടെ. മുഹമ്മദ് അലി ജിന്ന സ്വന്തമായ രാഷ്ട്രം ആവശ്യപ്പെട്ടു. പ്രഭാകരൻ സ്വന്തമായ രാഷ്ട്രം ആവശ്യപ്പെട്ടു. ഖാലിസ്ഥാൻ സ്വന്തമായ രാഷ്ട്രം ആവശ്യപ്പെട്ടു. 1000 വർഷങ്ങളായി താമസിക്കുന്ന ഒരു സ്വന്തമായി സംസ്ഥാനം പോലും ആവശ്യപ്പെടാത്ത ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾ, ദൈവജനം, അവരെ ദേശസ്നേഹം ആരും പഠിപ്പിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ നാടിൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുകയാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയട്ടെ. അതൊരു ഡിബേറ്റായി, പ്രമേയമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ജനതയുടെ എല്ലാവിധമായ മുന്നേറ്റത്തിനായി നിൽക്കാനുണ്ടാകണം. രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഭരണാധികാരികൾക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കുന്ന, ഈ നാട്ടിൽ ഒരു ദോഷവും ചെയ്യാത്ത ഈ സാത്വിക സമൂഹം അവരുടെ കോൺട്രിബ്യൂഷനെ, അവരുടെ ഉദാത്തമായ സംഭാവനകളെ ഇനി രാഷ്ട്രം തിരിച്ചറിയണം എന്നുകൂടി മാത്രം സാന്ദർഭികമായി ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.